കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാനുള്ള ദിവസമാണ്. 4:30 സിനിമ ബുക്ക് ചെയ്തേക്കണേ. ബത്തേരി മിന്റുമാളിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ മോഹൻലാലും മമ്മൂട്ടി എല്ലാവരെയും കൂടിയുള്ള ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഡിന്നർ പിന്നെ നമ്മൾ പുറത്തുനിന്നാക്കും, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഓർത്ത് നാളെ നമുക്ക് ഒത്തിരി കൊറിയർ വിടാനുള്ള ദിവസമാണ്. ഞാൻ ഓർത്ത് ഇപ്പൊ ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ള അപ്പോൾ ഒരു മണിക്കൂർ കിട്ടുമല്ലോ, 4 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോയാൽ മതി. അങ്ങനെ അപ്പം 1 മണിക്കൂർ കിട്ടുമല്ലോ, അത്രയും നേരം നമുക്ക് പാക്ക് ചെയ്ത് വെക്കാന്ന് ഓർത്ത് നാളത്തേനുള്ള കുറച്ച് സാധനങ്ങൾ. അല്ലെങ്കിൽ നാളത്തേന് എനിക്ക് ഭയങ്കര വെപ്രാളവും. അങ്ങനെയാണ് സാധാരണ തലേദിവസം എല്ലാം പാക്ക് ചെയ്ത് വെക്കും മാക്സിമം, അങ്ങനെയാണ്. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഒരാളൊരു വലിയ ഓർഡർ വന്നിട്ടുണ്ട്, അത് മാത്രം ഞാൻ കാണിച്ചു തരാം. ബാക്കിയൊക്കെ പിന്നെ സാധാരണ പോലെ കസ്തൂരി മഞ്ഞളും ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അത് കാണിച്ചു തന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ പാക്ക് ചെയ്യാം. ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നിച്ച് അതിന്റെ ക്ലിപ്പുകൾ എല്ലാം കൂടി ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്തിടുക കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ക്ലിപ്പ് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പം ഒരു ആള് ഓർഡർ വന്നേക്കുന്നത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവര് നല്ല ശുദ്ധമായ വയനാട് നെയ്യ് ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ ദാ രക്തശാലി ഫേസ് പാക്ക്, പിന്നെ ദാ കരിഞ്ജീരകം മാശാളിയരി ബ്യൂട്ടി ഓയില്, പിന്നെ ദാ ഒരു കമ്മല്, വെള്ള കളറിന്റെ കമ്മല്, പ്ലെയിൻ ലിപ് ബാം തന്നിട്ടുണ്ട്. ഇത് ഓറഞ്ച് പെക്കോട്ടിയാണ്, അതായത് ബ്ലാക്ക് ടീ തന്നെയാണ്, അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ആന്റി ഓക്സിഡന്റിന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലുണ്ടാവും ഓറഞ്ച് പെക്കോട്ടിയില്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ കഴിച്ചിരുന്ന ടീ ആണ്. അങ്ങനെ സാധാരണ ബ്ലാക്ക് ടീ പോലെ തന്നെ വെള്ളത്തിലേക്ക് കുറച്ച് ഇത് നല്ല ലീഫ് പോലെ, അതായത് നമ്മുടെ ഈ ഇതില്ലേ ഗ്രീൻ ടീയുടെ ലീഫ് പോലെ വലിയ ലീഫാണ്, പക്ഷെ നമ്മുടെ ബ്ലാക്ക് ടീയുടെ അതേ കളറിൽ തന്നെയാണ് ചായ ഉണ്ടാവുക കേട്ടോ. അത് ആ രീതിയിൽ. പിന്നെ അവര് ഓർഡർ വന്നേക്കുന്ന ഒരു പാൻറ്റീസ് ആണ്, അതായത് വയറൊക്കെ ഒതുക്കാൻ പറ്റുന്ന നല്ല നന്നായിട്ട് വയർ ഒതുക്കുന്ന കോട്ടന്റെ പാൻറ്റീസ് ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞള്, പിന്നെ വെട്ടിവർ റൂട്ട് പൗഡർ തന്നിട്ടുണ്ട്, ലിപ് ബാം തന്നിട്ടുണ്ട്, ഫേസ് വാഷ് പൗഡർ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടേബിളൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന മോപ്പാണ്, മൈക്രോഫൈബറിന്റെ. പിന്നെ സോപ്പ് തന്നിട്ടുണ്ട്. പിന്നെ അവര് 3 കോട്ടന്റെ പ്യുവർ കോട്ടന്റെ ആണ് നൈറ്റ് തന്നിട്ടുണ്ട്. ഫ്രോക്ക് നൈറ്റ് ആണ്, നല്ല ഭംഗിയുണ്ട് ഇട്ടാല്. ഇത് നമ്മുടെ കിച്ചണിലേക്കുള്ള ടവലുകളാണ്, മൈക്രോഫൈബറിന്റെ. നല്ല ഈസിയാണ് കഴുകി ഉണങ്ങി എടുക്കാനൊക്കെ. നമ്മൾ കൈക്കൽ പിടിക്കാന്ന് പറയില്ല, അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല 6 കളറിന്റെ ഒരു സെറ്റാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നുമില്ല. ഇത് ടിഷ്യൂ ബോക്സ് ഭയങ്കര ഉപകാരമാണ്. എന്റെ ബാഗിലൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇതിനകത്ത് ടിഷ്യൂ മടക്കി എടുത്തു വെക്കും. അപ്പൊ നമുക്ക് അങ്ങനെ കൊണ്ടുപോവാം. അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ബ്രഷോ പേസ്റ്റോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോവാം. ഇല്ല നമുക്ക് എന്ത് വേണേ ഇതിനകത്ത് വെച്ചിട്ട് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് കൊണ്ടുപോവാം. അങ്ങനെ നല്ലൊരു ബ്യൂട്ടി ബോക്സ് ആണ് അത്. പിന്നെ അവർ തന്നേക്കുന്ന ഇലക്ട്രിക് ലൈറ്റർ ആണ്. പിന്നെ ഇത് കണ്ട നല്ല ഭംഗിയുള്ള കമ്പ്യൂട്ടർ ഒക്കെ വെക്കുന്നതിന്റെ, ഞാൻ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ വെച്ചേക്കുന്ന അവിടെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ടേബിളിൽ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മൈക്രോഫൈബറിന്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റാണ് അത്. പിന്നെ അവരിതാ മില്ലറ്റ്സ് 1 kg മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ നീളം കൂട്ടാവുന്നതാണ്, ഇത്ര നീളം കൂട്ടാം. അപ്പൊ ജനലൊക്കെ ഒന്ന് പൊടി തട്ടണമെങ്കിൽ അങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി വെക്കാം. അതിനുള്ള മോപ്പ മൈക്രോഫൈബറിന്റെ ആണ്, നല്ല രസമുള്ളതാണ്, കഴുകി ഉണങ്ങി എടുക്കാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ബോഡി മോയ്സ്ചർ. ഇത് പിന്നെ കണ്ടോ, ഈ പൊടിയൊക്കെ ഭിത്തിയിലെ പൊടിയൊക്കെ തട്ടാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ലെന്ത് കൂട്ടി കുറേ കൂട്ടാം, ഇങ്ങനെ കൂട്ടി അങ്ങ് ഇനിയും കൂട്ടാം. അവിടെ കൊണ്ടുപോയി ഭിത്തിയില ഇടിക്കുക, അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചുരുക്കി ഇത്രയാക്കി വെക്കുകയും ചെയ്യാം. ഇത് നല്ല മൈക്രോഫൈബറിന്റെ മോപ്പ് തന്നെ. ഭിത്തിയിലൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്, പൊടിയൊക്കെ തട്ടാൻ, മാറാലൊക്കെ തട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അതാണ് ഇത്. അങ്ങനെ ഇത്രയും സാധനമാണ് ഇവരിപ്പോ ഓർഡർ തന്നേക്കുന്നത്. അപ്പൊ ഇത്രയും ഞാനൊന്ന് വലിയ പാക്ക് ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് പിന്നെ കുറെ കുഞ്ഞു സാധനങ്ങൾ പാക്ക് ചെയ്യാണ്ട് അത് ഞാൻ ജസ്റ്റ് ഓവറോൾ ഞാൻ വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് ഒരു 4 മണി അപ്പോഴത്തേക്ക് ഇത്രയൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 4 മണിയാവും. എന്നിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് പോകും. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് സിനിമ പോകുന്ന ആ ക്ലിപ്പുകൾ എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം എഡിറ്റ് ചെയ്യായിരുന്നു ഉച്ചവരെ കുറെ പണികളുണ്ടായിരുന്നു, ആ കൂടെ ഞാൻ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ പഴയ കുറെ ഫോൾഡറുകൾ കണ്ടപ്പോ അതിനകത്ത് അശ്വിൻ കൊച്ചിന്റെ കുറെ ചെറുപ്പത്തിലുള്ള കുറെ വീഡിയോ ക്ലിപ്പുകൾ കിടക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, മനസ്സ് അറിഞ്ഞിട്ടോ. കുറെ നാൾ കൂടി ഇങ്ങനെ അവന്റെ കുഞ്ഞിതില് കുറെ ക്ലിപ്പുകൾ കണ്ടപ്പം ഞാനിങ്ങനെ ഓർക്കുന്നത് എന്റെ ഈ കൊച്ചു എവിടെ പോയി, അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് വികൃതിയും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കൊച്ചായിരുന്നു. ഇപ്പൊ പക്ഷെ വളർന്നു വന്നപ്പോ അത് ഭയങ്കര എക്സ്ട്രാ സൈലന്റ് ആയിപ്പോയി, ഭയങ്കര സീരിയസ് ആയിപ്പോയി കേട്ടോ, ഭയങ്കര എക്സ്ട്രാ സൈലന്റ് ആയിപ്പോയി. അങ്ങനെ അപ്പൊ അതിന്റെ കുഞ്ഞി സമയത്തുള്ള അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് എന്റെ ഈ കൊച്ചു എവിടെ പോയത്, അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ ചില സമയത്ത്. അങ്ങനെ ഞാൻ അതിന്റെ കുറച്ച് ക്ലിപ്പുകളും കൂടി ഈ സിനിമ കഴിഞ്ഞ് വന്നിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ചേർക്കാട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ ശരി, ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. എന്താ പറയാനില്ല, ഇതൊക്കെ കണ്ണൊരിക്കലും പിന്നെ ഒരെണ്ണം കാണൂല മുടി കൊണ്ട്. ഈ മുടി കെട്ടി വെച്ചിട്ടുണ്ട്, ഈ മുടി ഒരിക്കലും കെട്ടി വെച്ചാലും കെട്ടി വെച്ചിട്ട് സോണി ഓപ്പൺ
LKG കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ അശോകൊച്ചിനെ കുറച്ച് നാള് സൗദി അറേബ്യക്ക് ഉണ്ടായി. അപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ നിർത്താൻ സമ്മതിക്കത്തില്ല. ഫാമിലി വന്നാൽ നമ്മൾ പുറത്ത് വീടെടുക്കണം. അപ്പൊ അവിടെ ഒരു മുസ്ലിം ഫാമിലിയുടെ വീട് ഷെയർ ചെയ്യുക ചെയ്തത് നമ്മള്. അങ്ങനെ അവിടുത്തെ കൊച്ചാണ് ഫിദ എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ അന്നത്തെ എന്റെ കോലമാണ് കേട്ടോ ഇത്. പക്ഷെ പിന്നെ അവിടെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താൻ പറ്റില്ല. എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര പ്രോബ്ലം ആവുന്നതുകൊണ്ട് ഒരു 6 മാസമൊക്കെ നിർത്തി. അങ്ങനെ ഞാൻ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവനെ ആ UKG പിന്നെ ഒന്നുകൂടി ഇരുത്തി ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ അവന്റെ 1 വർഷം വെറുതെ പോയി. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് പോകാൻ റെഡി ആയിരിക്കാണ്. ഇനിയിപ്പോ നമ്മള് നേരെ പോകുന്നു. അവിടെ എല്ലാ പ്രാവശ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ മിന്റുമാളില് ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കഫറ്റേരിയ ഉണ്ട്. അവിടെ കയറിയിട്ടൊരു കോഫിയൊക്കെ കുടിച്ച് എന്നിട്ട് ഒരു കുറച്ച് തിങ്സ് ഒക്കെ മേടിച്ചിട്ട് ബാഗിൽ നിറക്കി വിട്ടു. ആക്ച്വലി സിനിമ തിയേറ്ററിൽ സാധനങ്ങളൊന്നും ആയിട്ട് പോകാൻ പാടില്ല എന്ന് അവിടുത്തെ റൂള്. പക്ഷെ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും കുറയ്ക്കണം കഴിക്കണം. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം സിനിമയ്ക്ക് പോകുമ്പോൾ ഇച്ചിരി വലിയ ബാഗ് എടുക്കും കേട്ടോ. അശ്വിന് കുറെ വെബ്സി വരട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ മേടിക്കും. അങ്ങനെയൊക്കെ എനിക്ക് അല്ലെങ്കിൽ കുറിക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് ഈ ബാഗിലേക്ക് ഇടും. എന്നിട്ട് ബാഗ് അവർ പരിശോധിക്കത്തില്ല. എല്ലാ പ്രശ്നം എങ്ങനെയാട്ടോ. പിന്നെ വെള്ളവും മേടിക്കും. അങ്ങനെയാണ്. അതൊക്കെ ആയിട്ട് നമ്മൾ നേരെ സിനിമ തിയേറ്ററിൽ കയറുക. പിന്നെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെയാണ് നമ്മളെപ്പോഴും പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ബാഗാണ്. അടിപൊളിയാണ്, നല്ല ലെതറിന്റെ. ഇതിന് 3 കമ്പാർട്ട്മെന്റ്, 3 അല്ല, എത്ര ഉണ്ട്? 1, 2, 3, 4, 5 കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ ഒരു ബാഗാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന ബാഗായിരുന്നു. ഇപ്പൊ എന്റെ ഔട്ട് ഓഫ് സ്റ്റോക്കാ. ഇനി ഉടനെ തന്നെ ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ അടിപൊളി ബാഗാട്ടോ. എല്ലാ സാധനവും കൊള്ളും. ഒരു അങ്ങാടി 60 കൊള്ളും എന്ന് പറയും പോലെ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ സിനിമയ്ക്ക് പോകാം. പോണ വഴിക്ക് ഞാൻ പറ്റിയ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ കൊറിയർ പാക്കിങ്ങും സിനിമയും എല്ലാം കൂടെ ഒന്നിച്ച് ഡിന്നറും എല്ലാം കൂടെ ഒന്നിച്ച് എഡിറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പൊ വായോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയിട്ട് സിനിമ കണ്ടിട്ട് വരാം. ഇവിടെ എല്ലാ ദിവസവും ഇപ്പൊ വൈകുന്നേരങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ രാത്രി 10:00-ക്കും 11 മണിക്കും ഒക്കെ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പറമ്പിലെ ഫ്രൂട്ട്സ് മരങ്ങളും കാര്യങ്ങളും ഒന്നും നനയ്ക്കേണ്ട, പച്ചക്കറിയൊന്നും. അത് മാത്രം പൂച്ചട്ടികളിലുള്ളത് മാത്രം നമുക്ക് നനച്ചാൽ മതി. അപ്പൊ പൂച്ചട്ടിയൊക്കെ എടുത്തൊന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു, പാമ്പൊക്കെ കയറാതിരിക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട്. അങ്ങനെ എനിക്ക് നടുവേദന പിടിച്ച് അതിനുവേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്ര ഭയങ്കര ഹാപ്പി അല്ല. എനിക്ക് നല്ല നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സിനിമ ബുക്ക് ചെയ്ത് അത് ആദ്യ ദിവസം തന്നെ കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ നേരെ മിന്റുമാളിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. പിന്നെ ഇത് നിങ്ങളുടെ ലുലു മാള് പോലെ വയനാട്ടുകാരുടെ ഞങ്ങളുടെ മിന്റുമാളാണ് ഞങ്ങളുടെ ലുലു മാൾ കേട്ടോ. അവിടെ താഴെ ഒരു കഫറ്റേരിയ ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറിയിട്ട് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പിന്നെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് എന്റെ ബാഗിൽ കുത്തി നിറച്ചിട്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്നത് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് കയറിയേക്കാം. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സാധാരണ നമ്മൾ 2 സിനിമയൊക്കെ ബുക്ക് ചെയ്യാറുണ്ട്, നല്ല സിനിമകളൊക്കെ ഉള്ളപ്പോൾ കേട്ടോ. രാവിലെ മുതൽ ഇങ്ങ് പോരും. അങ്ങനെ ഇപ്പൊ സൺഡേ മാത്രമാണ് നമുക്ക് പുറത്ത് കറങ്ങാനുള്ള സമയം കിട്ടത്തുള്ളൂ. അശ്വകൊച്ചിന് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡ്യൂട്ടികളുണ്ട്. അപ്പൊ സൺഡേ മിക്കപ്പോഴും നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. പിന്നെ നല്ല സിനിമയുള്ളപ്പോൾ സിനിമ തിയേറ്ററിലേക്കും പോരും. അങ്ങനെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഫിലിമിന്. ഇവിടെ മിന്റുമാളിൽ 3 തിയേറ്റർ ഉണ്ട് കേട്ടോ. അതിലൊരെണ്ണത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇനിയിപ്പോ നമുക്ക് ദൃശ്യമൊക്കെ വരുന്നു എന്ന് കേട്ടല്ലോ. മെയ് 21-നാണ് തോന്നുന്നു അല്ലെ. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അത് കാണാം. ഫസ്റ്റ് ഡേ സിനിമ കാണുമ്പോൾ ഒരു ത്രില്ല്, അതൊരു രസം അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയിരുന്നിട്ട് നല്ല സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കാണാൻ നോക്കും. അങ്ങനെ സിനിമ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇവനിങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ഞാൻ ഇവനെ നോക്കുമ്പോൾ മുഴുവനും രാവിലെ ഞാൻ കണ്ട എന്റെ എന്താ പറയാ ആ പഴയ അവന്റെ കുഞ്ഞുകാലത്തെ വീഡിയോ ക്ലിപ്പുകളായിരുന്നു എന്റെ മനസ്സിലോട്ടോ. അങ്ങനെ കുറേ ക്ലിപ്പുകൾ നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസിൽ ചേർക്കാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുന്നത് എന്ത് വ്യത്യാസം വന്നതേ ആ കൊച്ചു തന്നെയാണ് ഈ കൊച്ചെന്ന് ഇടയ്ക്ക് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അതുമായിട്ട് വലിയ സാമ്യം തോന്നുന്നില്ല. പ്ലസ് അതിന്റെ നേച്ചറും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. അന്ന് ഭയങ്കര പെടപ്പൻ, ഭയങ്കര എന്താ പറയാ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങനെ അത്രയില്ല. ഇപ്പൊ ഭയങ്കര സീരിയസ് മാൻ ആയി പോയിട്ടോ. ലൈഫിലെ അനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് സീരിയസ് ആയി പോയിട്ടോ. അങ്ങനെയാണ്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ അവനോട് പറയുമായിരുന്നു കേട്ടോ. ഏട്ടാ നിന്റെ ചെറുപ്പത്തിലെ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞാൻ ഇന്ന് കണ്ടിടാന്ന്. എന്റെ ആ കൊച്ചിനെ കാണാതെ പോയടാന്ന് പറഞ്ഞപ്പോ ഇവ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും അവനോടത് പറയും കേട്ടോ. എടാ എന്റെ ആ കൊച്ചിനെ കാണാതെ പോയടാ, ആ കൊച്ചല്ലടാ നീന്നൊക്കെ ഇടയ്ക്ക് എനിക്കിനോട് പറയും. പറഞ്ഞു അയ്യോ അത്രയും കഴിക്കില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു. പുതിയ റെസ്റ്റോറന്റുകൾ എവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെയൊക്കെ പിന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. നല്ലതെന്ന് കണ്ട നല്ല ആംബിയൻസും വൃത്തിയൊക്കെ ഉണ്ടെന്ന് കണ്ട പിന്നെ നമ്മൾ പിന്നെ ആ പ്ലേസിലൊക്കെ പോകുമ്പോൾ എപ്പോഴും അവിടെ തന്നെ കയറും കേട്ടോ. ഇപ്പം നമ്മൾ ബത്തേരിക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മത്തായിസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതാ ഇവിടെ സഞ്ചാരിയായിരുന്നു ഇതിവിടെ, അത് മാറ്റിയിട്ടാണ് ഇപ്പൊ ദിൽപോട്ട് ആക്കിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവിടെ കയറി ഫുഡ് കഴിക്കും. ഇനി കൽപ്പറ്റയിൽ നമ്മൾ 2 റെസ്റ്റോറന്റ് പുതിയത് നമ്മൾ കയറാത്തുണ്ട് കേട്ടോ. ഇനി ആ ഭാഗത്തോട്ട് ഇപ്പൊ നമ്മൾ അധികം കൽപ്പറ്റയ്ക്ക് ട്രാവൽ ഇല്ല കേട്ടോ. അധികം സിനിമയൊക്കെ ബുക്ക് ചെയ്യുന്നതെല്ലാം ബത്തേരി ആയതുകൊണ്ട്
ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ബത്തേരിയിലേക്കാണ് വരുന്നത്. അങ്ങനെയായിരുന്നു ഒരു സമയത്ത് നമ്മൾ സീറ്റമായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൽപ്പറ്റയായിരുന്നു. ഇപ്പൊ നമ്മൾ കൽപ്പറ്റ കംപ്ലീറ്റ് വിട്ട പോലെ ആയിട്ടോ. അങ്ങനെ ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കയറണം. 2 റെസ്റ്റോറന്റ് പുതിയ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകണമെന്ന് ഓർത്തു. അങ്ങനെ ഇവിടെ നമ്മൾ ഇന്ന് ഫുഡ് ഓർഡർ കൊടുത്തു. എനിക്കിന്ന് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ള ഒരു വിശപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി പനീർ കറി മേടിക്കാം. അതാണെങ്കിൽ എനിക്കങ്ങ് കൊതി മാറുന്നില്ല കേട്ടോ. വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും എനിക്ക് എന്തോ പനീറിനോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അപ്പൊ ഞാൻ ബട്ടർ പനീറും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ നാനുമാണ് കൊടുത്തത്. അത് ഓർഡർ കൊടുത്തു. ഇവൻ സാധാരണഗതിയിൽ എപ്പോഴും പൊറോട്ട തന്നെയാണ്. ഇന്നെന്താ ചേട്ടൻ മാറ്റിയെന്ന് അറിയത്തില്ല. ഇന്ന് ചപ്പാത്തിയാണ്. അത് പക്ഷെ അവൻ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി കട്ടി കൂടുതലാന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ ഫുഡല്ല. പൊതുവേ ടേസ്റ്റ് ഉണ്ട് ഇവിടെ എന്തൊക്കെയാണെങ്കിലും ആ രീതിയിൽ. അപ്പൊ എല്ലാ ഫുഡൊക്കെ വന്നു. ഇനി പിന്നെ നമ്മൾ സംസാരിച്ചിരുന്ന് ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് പിന്നെ വേറെ ഷെയ്ക്ക് ഒന്നും മേടിച്ച് കഴിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു എനിക്കപ്പൊ ഞാൻ ഓൾറെഡി ഒരു ലെമൺ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മഴക്കാറും മഴയും അങ്ങനത്തെ ഒരു മഴ മൂടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചൂടോടുകൂടി ഒരു പിന്നെ ലെമൺ ടീ ഒക്കെ കുടിക്കാനുള്ള ഒരു മൂടായിരുന്നു എനിക്ക് കേട്ടോ. അവൻ പറയായിരുന്നു ഇത് ജയിൽ ചപ്പാത്തിയാണോ സംശയം ഉണ്ടെന്ന്, അത് ഇച്ചിരി കട്ടി കൂടുതലാണെന്ന്. അങ്ങനെ എന്തായാലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ കുറച്ച് ഓപ്പോസിറ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് 7 days. അപ്പൊ അവിടെയും കൂടി കയറിയിട്ട് നമുക്ക് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് പോകാമെന്ന് ഓർത്താ ഞാൻ വന്നേ. പക്ഷെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു മൂഡില്ല കേട്ടോ. അവിടെ കയറി ഇനിയിപ്പം ഷോപ്പിംഗ് അത്ര അത്യാവശ്യമായിട്ട് ഇല്ലതാനും. അങ്ങനെ അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ തിരിച്ചു പോകാം. നന്നായിട്ട് വയറ് നിറച്ച് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ കിടന്നുറങ്ങാനുള്ള ഒരു മൂഡ് കേട്ടോ. പോയി കുളിച്ചിട്ട് വേഗം കിടന്നുറങ്ങാം. പിന്നെ നാളെ ഒത്തിരി പാക്ക് ചെയ്യാനുണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു വിടാനും. സൺഡേ മാത്രമേ നമുക്കിപ്പോ അവധി അച്ഛനുള്ളത് കൊണ്ട് സൺഡേ എല്ലാം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോരും. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ മൺഡേ അപ്പൊ നമുക്ക് എന്തായാലും നല്ല വർക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഓർത്ത് ഓക്കെ ഇന്ന് ഷോപ്പിങ്ങിന് പോകണ്ട. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അമൃതേനെയും കൂട്ടി പോയിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്ന ആ ഏരിയയിലൊക്കെ പോയാൽ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ മടി അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാന്നുള്ള തീരുമാനത്തിലെത്തിട്ടോ. നല്ല തിരക്കായിരുന്നു. സൺഡേ ആണെങ്കിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ സൺഡേ ഷോപ്പുകളൊന്നും അടയ്ക്കത്തില്ല കേട്ടോ. എല്ലാ വർക്കിംഗ് ഡേ പോലെ തന്നെ സൺഡേയും കേട്ടോ. എവിടെ ചെന്നാലും നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ ഒന്നും ഒരു സ്ഥലം കിട്ടത്തില്ല. ഇത് നമ്മൾ ലുലുമാളിലെ സിനിമയ്ക്ക് വന്നപ്പോൾ അവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ ഫുള്ള് കഴിഞ്ഞിട്ട് അവരുടെ ഔട്ട് സൈഡിൽ ഒരു ഓപ്പൺ സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ അവിടെ നിറഞ്ഞ് പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. കാറുകളായിരുന്നു കേട്ടോ. അത്രയും തിരക്കാണ്. സൺഡേ ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് പോന്നു. ഒത്തിരി സംസാരിച്ചൊക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അച്ഛനെ എനിക്ക് പകലൊന്നും കിട്ടാറേ ഇല്ല കേട്ടോ. മിണ്ടാ പോലും കിട്ടാറില്ല. അവൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ സന്ധ്യ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവന്റേതായ തിരക്കുകളും കാര്യങ്ങളും. അപ്പൊ ഞാൻ എന്റേതായ തിരക്കുകളും കാര്യങ്ങളും ആയിരിക്കും. അപ്പൊ ഞാൻ അധികം ഒന്നും സംസാരിക്കത്തില്ല. ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും പിറ്റേ ദിവസത്തേനുള്ള അഡ്രസ് എടുക്കലും അങ്ങനെയൊക്കെ ആവട്ടോ. അപ്പൊ നമ്മൾ ആകെ ഇപ്പൊ സംസാരിക്കുന്ന സത്യം പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ സൺഡേ നോക്കിയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പുറത്ത് പോയി ഡിന്നർ കഴിക്കുക, ഒത്തിരി സംസാരിക്കുക, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളും ഇപ്പോഴത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തിരി സംസാരിക്കുക. പക്ഷെ നല്ല മൂടാണെങ്കിൽ ഭയങ്കര സംസാരപ്രിയനാട്ടോ. അല്ലെങ്കിൽ അങ്ങനെ മൂങ്ങ വളഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ്. അവന്റെ കാര്യങ്ങളും തിരക്കുമായിട്ട് നടന്നാൽ മൂങ്ങ വളഞ്ഞ പോലെ ഇരിക്കും. ഞാൻ എപ്പോഴും അവനോട് പറയാറുണ്ട്. ഇല്ലെങ്കിൽ അവൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ബോറടിപ്പിച്ച് ഒത്തിരി സംസാരിക്കും കേട്ടോ. അതുപോലെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെയാണ്. എന്തൊക്കെയാണ് ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ.